നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ കഥയാണ് സിംഹവും ചുണ്ടെലിയും. ഒരു വേനൽക്കാല മധ്യാഹ്നത്തിൽ മരത്തണലിൽ ഉച്ചമയക്കത്തിലായിരുന്നു മൃഗരാജനായ സിംഹം. അപ്പോഴാണ് മരത്തിലുള്ള മാളത്തിൽ നിന്ന് ചുണ്ടെലി പുറത്തേക്ക് വന്നത്. മയക്കത്തിലാണ്ട സിംഹത്തിൻ്റെ ശരീരത്താകെ ഓടി നടന്നവൻ കളി ആരംഭിച്ചു. സിംഹം ഞെട്ടി ഉണർന്നു. ഉറക്കം തടസ്സപ്പെട്ടതിൽ രോഷാകുലനായ സിംഹത്താൻ ചുണ്ടെലിയെ ഒറ്റപ്പിടുത്തം. പേടിച്ചരണ്ട ചുണ്ടെലി വിറയ്ക്കുന്ന സ്വരത്തിൽ സിംഹത്തോട് അപേക്ഷിച്ചു. മൃഗരാജ, അവിടുന്ന് എന്നോട് ക്ഷമിക്കൂ. ദയവായി എന്നെ വിട്ടയച്ചാലും എന്നെങ്കിലും ഒരിക്കൽ ഞാൻ താങ്കളുടെ കനിവിന് പകരം നൽകും. എലിയുടെ വാക്കുകൾ കേട്ട് സിംഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ അപേക്ഷ വിചിത്രം തന്നെ. ഉപാധിയും കൊള്ളാം. നിന്നെപ്പോലൊരു ചെറുജീവി കാടിൻ്റെ രാജാവായ എൻ്റെ സഹായത്തിനെത്തുമെന്നോ? ഭലേ ഭേഷ്. ഇതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുവെങ്കിലും എലിയുടെ ദയനീയ മുഖഭാവം സിംഹത്തിൻ്റെ മനസ്സലിയിച്ചു. ഒരു താക്കീതും നൽകി സിംഹം അവനെ വിട്ടയച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സിംഹത്തിൻ്റെ വേദനയോടെയുള്ള അലർച്ച കേട്ട് എലി മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. നായാട്ടുകാരൻ്റെ വലയിൽ കുരുങ്ങിക്കിടക്കുന്ന സിംഹത്തെയാണ് അവൻ കണ്ടത്. സിംഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എലി പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് വിഷമിക്കേണ്ട. ക്ഷണനേരത്തിനുള്ളിൽ ഞാൻ അങ്ങയെ രക്ഷിക്കാം. ഇതും പറഞ്ഞവൻ തൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് വലക്കണ്ണികൾ കരണ്ടു മുറിക്കാൻ തുടങ്ങി. താമസിയാതെ സിംഹം വലയിൽ നിന്ന് സ്വതന്ത്രനായി. തന്നെ രക്ഷപ്പെടുത്തിയ ചുണ്ടെലിക്ക് വിനീത സ്വരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് സിംഹം തൻ്റെ ഗുഹയിലേക്ക് നടന്നു. ഈ കഥയുടെ സാരാംശം ഇതാണ് കൂട്ടുകാരെ. കനിവിയലുന്നൊരു മനമുണ്ടെങ്കിൽ തുണയായി എത്താൻ പലരുണ്ടാകും. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ഹാവ് എ നൈസ് ഡേ. Thank you.